പുലിപ്പേടിയിലാണ് തൃശൂർ കൊരട്ടി ചിറങ്ങര നിവാസികൾ. ഒന്നിലധികം തവണ പുലിയെ കണ്ടതോടെ എത്രയും വേഗം മേഖലയിൽ കൂട് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഡ്രോൺ പരിശോധനയിലൂടെയും ക്യാമറകൾ സ്ഥാപിച്ചും പുലിയെ കണ്ടെത്താനുള്ള വനം വകുപ്പിന്റെ ശ്രമങ്ങൾ ഊർജിതമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ചിറങ്ങര സ്വദേശി ധനേഷിന്റെ വളർത്തുനായയെ പുലി പിടിച്ചത്. വനമേഖലയിൽ നിന്ന് 10 കിലോമീറ്റർ അകലെയുള്ള ജനവാസ മേഖലയിൽ പുലി എത്തിയെന്ന വാർത്ത പലർക്കും ആദ്യം വിശ്വസിക്കാനായില്ല. എന്നാൽ തുടർന്നുള്ള ദിവസങ്ങളിൽ നാട്ടുകാരിൽ പലരും പുലിയെ കണ്ടു. ഇതോടെ പഞ്ചായത്ത് അധികൃതർ അടിയന്തര യോഗം ചേർന്ന് സുരക്ഷാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചെങ്കിലും ആശങ്ക വിട്ടൊഴിഞ്ഞിട്ടില്ല. 14-ാം തീയതി വെള്ളിയാഴ്ച ഒരു 8 മണി നേരത്താണ് പുലി വന്ന് പട്ടിക്കുട്ടിയെ കൊണ്ടുപോയത്. പക്ഷെ നമ്മൾ അറിഞ്ഞപ്പോൾ ഒരു 9:30 ആയിട്ടുണ്ട് സംഭവം. ഗേറ്റ് അടച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മുടെ വിചാരം പുറത്തേക്ക് പോയിട്ടുണ്ടാവുന്ന വെച്ചിട്ട് പുറത്തൊക്കെ പോയി നോക്കിയിരുന്നു അച്ഛൻ. അപ്പം ഹസ്ബൻഡിനെ വിളിച്ച് പറഞ്ഞു ഇങ്ങനെ പട്ടിയെ കാണില്ല, എന്താ പുറത്തേക്ക് പോയിട്ടുമില്ല. അപ്പോൾ ആളൊന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് ഈ ബാക്ക് ക്യാമറയിൽ കണ്ടത് ഇങ്ങനെ പുലി പോലത്തെ. അപ്പം വിളിച്ച് പറഞ്ഞു ഒരു പുലി പോലത്തെ സംഭവമാണ്, വേഗത്ത് കയറിക്കോളുമെന്നാണ് വിളിച്ച് പറയുക ചെയ്തത്. പുലി സാന്നിധ്യം ഉറപ്പിച്ചതോടെ 5 ക്യാമറകളാണ് വിവിധയിടങ്ങളിലായി വനം വകുപ്പ് സ്ഥാപിച്ചത്. ഡ്രോൺ പരിശോധനയും ശക്തമാണ്. പഞ്ചായത്ത് സഡനായിട്ട് തന്നെ ഒരു യോഗം വിളിച്ചു ചേർക്കുകയും പോലീസിനെയും വനം വകുപ്പ് ഉദ്യോഗസ്ഥരെയും എല്ലാവരെയും കൂട്ടിയിണക്കിക്കൊണ്ടൊരു യോഗം ചേർന്ന് ജനങ്ങളുടെ പേടി അകറ്റുന്നതിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. അതേപോലെ തന്നെ ആരാധനാലയങ്ങളിലൊക്കെ സമയക്രമം ക്രമീകരിച്ചു. രാത്രി നടക്കുന്ന പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നേരം വെളുപ്പിനായാലും വൈകിട്ടായാലും അത് മാറ്റിവെക്കാനും രാവിലെയും വൈകിട്ടുള്ള ട്യൂഷനുകൾ വരെ മാറ്റിവെക്കാനും നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേഖല സന്ദർശിച്ച വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരമാകും പുലിയെ പിടികൂടാൻ കൂട് സ്ഥാപിക്കുക. എത്രയും വേഗം ഇക്കാര്യത്തിൽ തീർപ്പുണ്ടാകണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നമ്മളിപ്പോൾ എക്സ്പെർട്ട് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. എക്സ്പെർട്ട് കമ്മിറ്റിയിൽ എല്ലാവരും ഇവിടെ നമ്മുടെ സൈറ്റ് വന്ന് സന്ദർശിച്ചു. അപ്പോൾ അതിനുശേഷം അവർ റിപ്പോർട്ട് നമ്മൾ ഹയറപ്സിന് സെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ റിപ്പോർട്ടിനനുസരിച്ചിട്ടാണ് എവിടെയാണ് കൂട് വയ്ക്കേണ്ടത്, എങ്ങനെയാണ് കൂട് വയ്ക്കേണ്ടത്, അങ്ങനെയുള്ള കുറേ ടെക്നിക്കാലിറ്റീസ് അവരാണ് നമുക്ക് ഗൈഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മളിപ്പോൾ CCTV ഫുട്ടേജസ് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രോൺ പറത്തി നമ്മൾ ഏരിയ നോക്കാൻ ഒബ്സർവ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ എന്തിലെങ്കിലും നമുക്ക് ഇങ്ങനെ ഒരു ലെപ്പേർഡിൻ്റെ പ്രസൻസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ ആ രീതിയിലോട്ട് മുന്നോട്ട് പോകാം. ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോകാനാണ് പ്ലാൻ. ക്യാമറ നിരീക്ഷണത്തിൽ പുലി സാന്നിധ്യം ഉറപ്പിക്കാനായാൽ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ നടപടികൾ പൂർത്തീകരിക്കാനാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് മലയാളം, തൃശൂർ.